അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് അങ്ങനെ കണ്ട് പരിചയിച്ചെന്ന് ചോദിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പ്രവർത്തിക്കുന്ന യസസമിതി അഭയകേന്ദ്രം എന്ന സ്ഥാപനത്തിലെ ഒരു മകളുടെ വിവാഹമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മാനസിക നില തെറ്റിയ ഒരു ഭോപ്പാൽ സ്വദേശിനിയായ ഒരു സ്ത്രീ. ഇവരെ കുറേയേറെ ആളുകളും പോലീസും ഒക്കെ ചേർന്ന് മയ്യനാട് പ്രവർത്തിക്കുന്ന യസസമിതിയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. എത്തിക്കുന്ന സമയത്ത് തന്നെ ഇവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവിടെ എത്തിച്ച് 12 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ പെൺകുഞ്ഞ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ പിന്നീട് ഇവിടെ നിന്നായിരുന്നു. ആ പെൺകുഞ്ഞിന് പിന്നെ അവിടുത്തെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്നു ഒരു പേരിട്ടു, ആശാമോൾ. അങ്ങനെ ഈ ആശാമോള് ബാല്യവും കൗമാരവും എല്ലാം ഇവിടുത്തെ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ഒപ്പം ആയിരുന്നു. ഇതിലെ മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ഫ്രാൻസിസ് സേവിയർ മകളെപ്പോലെ തന്നെ ഈ കുഞ്ഞിനെയും വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കടന്ന് കൊല്ലം മയ്യനാട് തന്നെ പ്രവർത്തിക്കുന്ന കാക്കോട്ടുമൂല ഗവൺമെൻറ് സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി ഇപ്പോൾ ജോലിയും നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടപ്പക്കര സ്വദേശിയായ ജിജിൻ എന്ന ഒരു യുവാവ് ഈ പെൺകുട്ടിയെ കാണാനിടയാകുന്നതും പിന്നീട് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി സ്ഥാപനത്തിലെത്തിയത്. അങ്ങനെ സ്ഥാപനത്തിലെ ആളുകളും അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ ചേർന്ന് നല്ലൊരു അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ജിജിന് ആശാമോളെ വിവാഹം ചെയ്ത് നൽകിയത്. ഒരുപാട് അനാഥരായ ആളുകളോടൊപ്പവും അതുപോലെ തന്നെ മാനസിക നില ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്കൊപ്പമൊക്കെ കഴിഞ്ഞിരുന്ന അവൾ ഇന്ന് ഒരു കുടുംബിനിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങളും ആശംസകൾ അറിയിക്കുക. ഗർഭിണിയായിരുന്നു വന്നപ്പം അവിടെ വന്നാ ജനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ സാറ് ഞങ്ങളെ വളർത്തിയ. ഞാനിപ്പം കാക്കോട്ടുമുല ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛൻ്റെ ആലോചന വരുന്നതും. ഇല്ല, നമ്മള് കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് അങ്ങനെ കണ്ട് പരിചയിച്ചത്. ഇത് എൻ്റെ സാർവത്രിക സഹോദരി സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തില് അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മ വരികയും അതിനുശേഷം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിക്കുകയും ചെയ്ത കുട്ടിയാണ്. അപ്പം അവിടെ തന്നെ പ്രസവിച്ച് വളർന്ന കുഞ്ഞാണ്. ഇപ്പോഴവള് ഒരു സ്കൂളിലെ അധ്യാപികയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടൊക്കെ പോകുന്നു. അവളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മയുണ്ട്. അവൾ ജനിച്ച പോലെ അവൾ തന്നെയാണ്. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ ഒരു സങ്കടം ഇന്നിപ്പോ. അമ്മയ്ക്ക് മകളിങ്ങനെ മാറി നിൽക്കും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോ ഒരു ചെറിയ സങ്കടം. അതുകൊണ്ട് അങ്ങനെ അമ്മയെ കൊണ്ടുപോയി.